Good morning, dears. Welcome to the today's class. In the previous class, we have discussed the chapter The Price of Flowers by Prabhat Kumar Mukhopadhyay. Now, let us continue the chapter. In the previous class, we have said that Maggie took Mr. Gupta to her mother's bedside. The ring was in his hand. Then he told Mrs. Clifford that her son was alive and well. She wanted to know if he saw him in the crystal. Without any hesitation, Gupta told her he did see him there. Tears of happiness filled her eyes and she wished him God's blessing. Then Mrs. Clifford recovered from her illness. Mrs. Clifford recovered. It was almost time for me to return to my country. I wished to go to Lambeth to say goodbye to Maggie and her mother. അങ്ങനെ ഗുപ്തക്ക് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അദ്ദേഹം മാഗിയോടും അവളുടെ അമ്മയോടും യാത്ര പറയാനായി ലാംബത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ ആ ഒരു കുടുംബം തീരാ ദുഃഖത്തിലായിരുന്നു. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ. ഫ്രാങ്ക് അതിർത്തിയിലെ യുദ്ധത്തിൽ മരണപ്പെട്ടു. എ മന്ത് എഗോ മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു മാസം മുമ്പ് മാഗി എനിക്ക് ഒരു ബ്ലാക്ക് ബോർഡർ വെച്ച ഒരു കത്ത് അയച്ചിരുന്നു. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. ഞാൻ അവളുടെ അമ്മയോട് ഫ്രാങ്ക് ജീവനോടെ ഇരിക്കുന്നെന്നും അവന് സുഖമാണെന്നും പറഞ്ഞതിൻ്റെ എത്രയോ മുൻപ് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ആ ഒരു ഡേറ്റിൽ നിന്നും ഞാൻ കണക്കുകൂട്ടി മനസ്സിലാക്കി. ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. അതുകൊണ്ട് തന്നെ മിസ്സിസ് ക്ലിഫോർഡിനെ കണ്ടുമുട്ടാൻ എനിക്ക് നാണമായിരുന്നു, ലജ്ജയായിരുന്നു. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം. അങ്ങനെ ഞാൻ അവർക്കൊരു കത്ത് എഴുതാൻ തീരുമാനിച്ചു. എന്തായിരുന്നു ആ കത്തിൽ? അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. ഞാൻ പോകുന്ന അല്ലെങ്കിൽ യാത്രയാകുന്ന വിവരം അറിയിച്ചുകൊണ്ടായിരുന്നു ആ ഒരു കത്ത് എഴുതിയത്. അങ്ങനെ ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോണ്ട്. ലണ്ടനിലെ അവസാന ദിവസത്തിൻ്റെ പ്രഭാതവും വിടർന്നു. ഐ വാസ് ലീവ് ടു ബിഫോർ നൈറ്റ്. ഇന്ന് രാത്രിക്ക് മുമ്പേ എനിക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ഫാമിലി. തൻ്റെ ഫാമിലിയുമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോൾ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. വാതിലിൽ ആരോ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മിസ് ക്ലിഫോർഡ് എന്നെ കാണാൻ വന്നിരിക്കുന്നതായി ജോലിക്കാരി വന്ന് പറഞ്ഞു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പൂർത്തിയായിരുന്നില്ല. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മാഗി എന്നോട് യാത്ര പറയാനായി വന്നതാണ്. ലെസ് ഷീ ബി ലേറ്റ് ഫോർ ദ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. മാഗിക്ക് അവളുടെ ജോലിക്കെത്താൻ നേരം വൈകാതിരിക്കാൻ വേണ്ടി എൻ്റെ ആതിഥേയനോട് സമ്മതം ചോദിച്ചുകൊണ്ട് ഞാൻ ടേബിളിൽ നിന്നും എണീറ്റു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മാഗി ഹാളിൽ നിൽക്കുകയായിരുന്നു. ഷി വാസ് വിയറിങ് ബ്ലാക്ക്. അവൾ കറുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഐ ടുക്ക് ഹെർ ഇൻ ടു ദ അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹെർ ടു സിറ്റ് ഡൗൺ. തൊട്ടടുത്ത ലൈബ്രറിയിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. ആർ യു ലീവിങ് ടുഡേ? ഞാൻ അന്ന് പോവുകയാണോ എന്നവൾ ചോദിച്ചു. യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് യുവർ കൺട്രി? നിങ്ങളുടെ നാട്ടിലെത്താൻ എത്ര സമയമെടുക്കും? എ ലിറ്റിൽ മോർ ദാൻ 2 weeks. 2 ആഴ്ചയിൽ കൂടുതലെടുക്കും. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്? ഏത് ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്നത്? ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിലാണ് എൻ്റർ ചെയ്തത്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വെർ ഐ ആം പോസ്റ്റഡ് അണ്ടിൽ ഐ അറൈവ് ദർ. അവിടെ എത്തുന്നത് വരെ ഞാൻ ഏത് സ്ഥലത്തേക്കാണ് പോസ്റ്റിംഗ് ആവുന്നതെന്ന് എനിക്ക് അറിയില്ല. ഈസ് ദ ഫ്രോണ്ടിയർ വെരി ഫാർ ഫ്രം ദർ? അതിർത്തി അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണോ? നോ, നോട്ട് വെരി.
അല്ല, ഒരുപാട് ദൂരെയൊന്നും അല്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺട്രോ നിയർ ഡേറ ഗാസി ഖാൻ. ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്, ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദ ഗേൾസ് ഐസ് വാസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. ഫോർട്ട് മൺട്രോയിലാണ് ഫ്രാങ്കിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ ബ്രദറിൻ്റെ അടക്കം ചെയ്ത സ്ഥലം ഞാൻ സന്ദർശിക്കുകയും നിനക്കൊരു കത്ത് എഴുതുകയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓർ ഇൻകൺവീനിയൻറ്റ്, മാഗി ആസ്ക്ഡ്. ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലേ, നിങ്ങൾക്ക് അസൗകര്യമാകില്ലേ എന്നവൾ ചോദിച്ചു. വൈ ഷുഡ് ഇറ്റ് ബി? എന്തുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടാകുന്നത്? ഡേറ ഗാസി ഖാൻ ഈസ് നോട്ട് ഫാർ ഫ്രം ദ വേർ ഐ ഷാൾ ബി. ഞാൻ എവിടെയാണോ ജോലിക്ക് പോകുന്നത് അതിൽ നിന്നും ഒരുപാട് അകലെയൊന്നുമല്ല ഡേറ ഗാസി ഖാൻ. ഇറ്റ് വിൽ സെർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. എനിക്ക് അവിടെ പോകാൻ സാധിക്കും. ആൻഡ് ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചെല്ലാം നിനക്ക് ഞാൻ എഴുതാം. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് കേട്ടപ്പോൾ അവളുടെ മുഖം കൃതജ്ഞത കൊണ്ട് തുടുത്തു. ആസ് ഷീ താങ്ക്ഡ് മീ ഹെർ വോയിസ് ചോക്ക്ഡ്. ഇത് എന്നോട് നന്ദി പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവൾ അവളുടെ പോക്കറ്റിൽ നിന്നും ഒരു ഷില്ലിംഗ് എടുത്ത് എൻ്റെ ടേബിളിന് മുന്നിലേക്ക് വെച്ചു. എന്നിട്ട് അവൾ പറയുകയാണ്, പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. ഈ ഒരു ഷില്ലിംഗ് ഉപയോഗിച്ച് നിങ്ങൾ കുഴിമാടത്തിൽ പൂക്കൾ വാങ്ങി എനിക്ക് വേണ്ടി അവിടെ വെക്കണം. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. വികാര നിർഭരനായി ഞാൻ കണ്ണുകൾ താഴ്ത്തി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. ഈ ഒരു കുട്ടി ഒരുപാട് അധ്വാനിച്ചിട്ടായിരിക്കും ഈ ഒരു നാണയം സമ്പാദിച്ചത്. ഈ ഒരു ഭാഗം നല്ലപോലെ ശ്രദ്ധിക്കണം. എക്സാമിന് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന ഭാഗം ചോദിക്കാറുണ്ട്. അത് ഇവിടെയാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിംഗ് ടു ഹർ. ഞാൻ ഈ പൈസ തിരിച്ചു കൊടുത്താലോ എന്ന് എനിക്ക് തോന്നി. എന്ത് പറഞ്ഞുകൊണ്ട്? എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ. ഞങ്ങളുടെ നാട്ടിൽ പൂക്കൾ ധാരാളമായി വളരുന്നുണ്ട്. ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. അതുകൊണ്ട് ഒരിക്കലും അത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാഗിക്ക് തന്നെ തിരിച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷേ വീണ്ടും ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹർ ഓഫ് ദ ജോയ് ദിസ് സാക്രിഫൈസ് വുഡ് ഗിവ് ഹർ. ഈ ഒരു ത്യാഗത്തിലൂടെ അവൾക്ക് കിട്ടുന്ന സന്തോഷത്തെ ഞാനായിട്ട് എന്തിന് ഇല്ലാതാക്കണം? അല്ലേ? ആ പണം സ്വീകരിക്കാതിരുന്നാൽ അത് അവളുടെ സന്തോഷത്തെ തട്ടിയെടുക്കുന്നത് പോലെയാകും. അല്ലേ? അവൾ ചെയ്യുന്ന ത്യാഗം കാരണം അവൾക്ക് ഒരുപാട് ദുഃഖം കുറഞ്ഞതായിട്ട് തോന്നാം. അങ്ങനെ ആ പൈസ കൊണ്ട് പൂക്കൾ വാങ്ങി വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓൾ ദാറ്റ് ദിസ് ഷില്ലിംഗ് കുഡ് ഹാവ് ഗിവൺ ഹർ ഷി വാസ് ഫോർ ഗോയിങ് ദ ലവ് ഓഫ് ഹർ ബ്രദർ. തൻ്റെ സ്നേഹം ഈ ഒരു പൂവിലൂടെയാണ് തൻ്റെ സഹോദരൻ അവൾ കൈമാറാൻ വിചാരിച്ചിരിക്കുന്നത്. ദ ജോയ് ഓഫ് ഡോയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. ഈ ഒരു ത്യാഗം ചെയ്യുന്നതിലൂടെയുള്ള സന്തോഷം എല്ലാ പൈസയേക്കാളും എത്രയോ അകലെയാണ്. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. അവളുടെ സങ്കടം കുറഞ്ഞേക്കാം. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഹർ ഓഫ് ഇറ്റ്? ഐ പിക്ക്ഡ് അപ്പ് ദ ഷില്ലിംഗ്. ഞാൻ എന്തിനാണ് ഇതെല്ലാം ഒഴിവാക്കുന്നത്? അങ്ങനെ ഐ പിക്ക്ഡ് അപ്പ് ദാറ്റ് ഷില്ലിംഗ്. ഞാൻ ആ ഒരു പൈസ എടുത്ത് പൂക്കൾ വാങ്ങി സഹോദരൻ്റെ കല്ലറയിൽ വെക്കാമെന്ന് ഉറപ്പു നൽകി. മാഗി, ഐ സെഡ്, ഐ ഷാൾ യൂസ് ദിസ് ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. മാഗി സ്റ്റുഡ് അപ്പ്. അങ്ങനെ ഇത് കേട്ടു മാഗി എണീറ്റു. ഹൗ ക്യാൻ ഐ താങ്ക് യു, ഷി സെഡ്. എന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നവൾ പറഞ്ഞു. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ. റിമെമ്പർ ടു റൈറ്റ്. അല്ലേ? ജോലിസ്ഥലത്തേക്ക് നേരം വൈകുമെന്നതുകൊണ്ട് ഉടനെ പോകണമെന്നവൾ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് എന്നോട് അവൾക്ക് വീണ്ടും കത്തുകൾ എഴുതാൻ എന്നോട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. ഞാൻ അവളുടെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു. ഐ സെഡ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ്സ് ടു മൈ ലിപ്സ്. അല്ലേ? ഞാൻ അവളുടെ കൈകളിൽ
ചുംബിച്ചു. മാഗി ലെഫ്റ്റ്, അങ്ങനെ മാഗി പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. അല്ലേ, ഇത് അതിനുശേഷം എൻ്റെ കണ്ണുനീര് വന്നു, ഞാനത് തുടച്ചു, എൻ്റെ സാധനങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ മുകളിലേക്ക് പോയി. ഇത്രയുമാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇതിൽ നിന്നും പൂക്കളുടെ വില, അതല്ല, വാട്ട് ഈസ് ദ പ്രൈസ്, അല്ലേ, ഇതിൻ്റെ ഈ പൂക്കളുടെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ ബംഗാളി ബൈ ലീല റായ്. അല്ലേ, ബംഗാളിയിൽ നിന്നും ലീല റായിയാണ് ഈ ഒരു കഥ വിവർത്തനം ചെയ്ത് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. പേജ് നമ്പർ 63 ആക്ടിവിറ്റി 2 ഡിസ്കഷൻ. Discuss the significance of the title The Price of Flowers. You may also suggest alternate titles to this story. The significance of the title. ഈ ഒരു ടൈറ്റിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ആക്ടിവിറ്റി 3യും വളരെ അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ആക്ടിവിറ്റി 3. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിലാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ഈ ഒരു സ്റ്റോറി എഴുതിയത് പ്രഭാത് കുമാർ മുഖോപാധ്യായ് ആണ്. ഇത് അണ്ടർലൈൻസ് ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇതിലൂടെ മാനുഷിക ബന്ധങ്ങൾക്ക് അടിവരയിടുന്നു. ദ സ്റ്റോറി റിയലി മേക്സ് അസ് എ സൂത്തിങ് എഫക്റ്റ്. ഈ ഒരു കഥ നമുക്കൊരു ആശ്വാസമാണ് നൽകുന്നത്. ഇറ്റ് ഈസ് വെരി സ്വീറ്റ് ആൻഡ് സ്മാൾ സ്റ്റോറി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ സിമ്പതി. വളരെ സ്വീറ്റ് ആൻഡ് സ്മാൾ സ്റ്റോറിയാണ്. ഇത് പ്രധാനമായും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? സിമ്പതിയെ, അനുകമ്പയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥ തന്നെയാണ്. ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി മീറ്റ്സ് എ ലിറ്റിൽ ഗേൾ. ഈ ഒരു കഥയിലെ നരേറ്റർ ആരെയാണ് കണ്ടുമുട്ടുന്നത്? മാഗി എന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആൻഡ് ഹാഡ് എ ലോട്ട് ഓഫ് സിമ്പതി ഫോർ ഹർ. എന്നിട്ട് അവളോട് ഒരുപാട് അനുകമ്പ തോന്നുകയും ചെയ്യുന്നു. ആൻഡ് ഹർ മദർ, അവളുടെ അമ്മയോടും. മാഗി വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ്. മാഗി ഒരു ടൈപ്പിസ്റ്റായി ജോലി ചെയ്യുന്നു. ഹെർ മദർ മേക്ക് കേക്ക്സ് ടു സെൽ ദം ഓൺ സാറ്റർഡേയ്സ്. എന്നാൽ അവളുടെ അമ്മ ശനിയാഴ്ചകളിൽ വിൽക്കാൻ വേണ്ടി കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നു. Because of the narrator is an Indian, the mother and Maggie think that he might be able to see a distant person in the ring sent by Frank from India. ഒരു ഇന്ത്യക്കാരനായതിനാൽ അമ്മയും മാഗിയും ഗുപ്തക്ക് ഒരു മോതിരത്തിലൂടെ നോക്കിയാൽ തങ്ങളുടെ മകനെ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരനായ ഫ്രാങ്കിനെ കാണാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ദ നെറേറ്റർ ഈസ് നോട്ട് ഏബിൾ ടു സീ എനിത്തിങ് ഇൻ ദ റിംഗ്. യഥാർത്ഥത്തിൽ ഈ നെറേറ്റർക്ക് ഇതൊന്നും നോക്കി കാണാൻ സാധിച്ചിരുന്നില്ല. ബട്ട് ലേറ്റർ ഇൻ ദ സ്റ്റോറി, എന്നാൽ കഥയുടെ അവസാനം, വെൻ വി സീ ദ മദർ ഈസ് ഇൽ, അമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ, ദെൻ ദ ഓദർ ലൈസ് ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓക്കെ. നെറേറ്റർ റിങ്ങിലൂടെ നോക്കിയിട്ട് ഫ്രാങ്ക് നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ആഫ്റ്റർ സം ടൈം, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദ ന്യൂസ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ ബ്രദർ കംസ്. തൻ്റെ സഹോദരൻ്റെ മരണവാർത്തയാണ് മാഗിയുടെ ചെവിയിലെത്തിയത്. അങ്ങനെ ദ നെറേറ്റർ ഈസ് അഷേംഡ് ടു ഫേസ് ദ മദർ. ഇത് മാഗി പറഞ്ഞിട്ടാണ് ഗുപ്ത ചെയ്യുന്നത്. എങ്കിലും ഈ അമ്മയെ ഫേസ് ചെയ്യാൻ നെറേറ്റർക്കൊരു മടി തോന്നി. ഇൻ ദ മോർണിംഗ് ഓഫ് ദ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ, ലണ്ടനിലെ അവസാന ദിവസം, മാഗി കംസ് ടു സേ ഗുഡ് ബൈ ടു ഹിം. മാഗി ഗുപ്തയോട് ഗുഡ് ബൈ പറയാൻ വന്നു. ഗിവ്സ് എ ഷില്ലിങ്, എന്നിട്ടൊരു ഷില്ലിങ് നൽകിയിട്ട്, വിച്ച് ഷീ ഏൺഡ് വിത്ത് എ സോ മച്ച് ഹാർഡ് വർക്ക് ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. അങ്ങനെ അവൾ ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഷില്ലിങ് ഉപയോഗിച്ച് തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കാൻ കുറച്ച് പൂക്കൾ വാങ്ങാൻ ഗുപ്തയോട് ആവശ്യപ്പെട്ടു. ഈ ഒരു ലൈനെല്ലാം ഈ ഒരു ആൻസറിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ലാസ്റ്റ് ഭാഗം ഈ ഒരു ആൻസറിൽ ഉണ്ടായിരിക്കണം.
ദിസ് ഈസ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇതാണ് പൂക്കളുടെ വില. ദ സ്റ്റോറി ഈസ് ആപ്റ്റ്ലി ടൈറ്റിൽഡ്. അല്ലേ, ഈ സ്റ്റോറിക്ക് നല്ല ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, അല്ലെ, പൂക്കളുടെ വില എന്നുള്ളത്. എ യങ് ഇംപോവറിഷ്ഡ് മിസറബിൾ ഗേൾ സാക്രിഫൈസസ് എ ഷില്ലിംഗ് ഫോർ ഫ്ലവേഴ്സ് ടു പ്ലേസ് ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. ഒരു ചെറിയ പെൺകുട്ടി, അല്ലേ, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി ഈ ഒരു ഷില്ലിങ് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് തൻ്റെ സഹോദരൻ്റെ കുഴിമാടത്തിൽ വെക്കാൻ. ഇതാണ് പൂക്കളുടെ വില എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. ക്വാർട്ടർലി എക്സാമിന് മസ്റ്റായിട്ട് വരുന്നതാണ്. പബ്ലിക് എക്സാമിനും ചോദിക്കാറുണ്ട്. ഒരുപാട് ക്യാരക്ടർ സ്കെച്ച് ഇതിൽ പഠിക്കാനുണ്ട്. ആദ്യമായി നമ്മൾ പഠിക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചാണിത്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. അല്ലേ, പിക്ക് ഔട്ട് ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ ഓതർ ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് മാഗി. അല്ലേ, താഴെ തന്നിരിക്കുന്നത് എക്സ്റ്റാബ്ലിഷ് ദ എബോവ് പോയിന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിലേറ്റഡ് എവിഡൻസ് ഫ്രം ദ ടെക്സ്റ്റ് ആൻഡ് സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മാഗി. അപ്പിയറൻസ്, ക്വാളിറ്റീസ്, അല്ലേ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് യുവർ ഒപ്പീനിയൻസ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. മാഗീസ് ഫുൾ നെയിം ഈസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ് ഫുൾ നെയിം. ഷീസ് എ യങ് ഇംഗ്ലീഷ് ഗേൾ. അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചാണ്. എക്സാമിന് 8 മാർക്ക് ഇതിലൂടെ നമുക്ക് സ്കോർ ചെയ്യാം. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഷീസ് 13 or 14 years old. 13 or 14 വയസ്സ് കാണും. വെൻ വി സീ ഹർ ഫസ്റ്റ് ടൈം ഷീ ഈസ് വിയറിങ് പുവർ ക്ലോത്ത്സ് ഷോയിങ് ഹീ ഈസ് വെരി പുവർ. അല്ലേ, ആദ്യം നമ്മൾ കഥയുടെ ആദ്യ ഭാഗത്ത് അവളെ കാണുമ്പോൾ വളരെ പാവം പിടിച്ച ദരിദ്രമായ വസ്ത്രങ്ങളായി ധരിച്ചിരുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്കവൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹർ ബാക്ക്. അല്ലേ, അവളുടെ അവളുടെ മുടി ഒരു സ്ട്രീം പോലെയായിരുന്നു പിന്നിലേക്ക് ഉണ്ടായിരുന്നത്. ഹർ ഐസ് വേർ ലാർജ്. അവളുടെ കണ്ണുകൾ വിടർന്നതായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. കണ്ണുകളിൽ വിഷാദം നിഴലിച്ചിരുന്നു. ഷീ വർക്ക്സ് ഇൻ എ ഷോപ്പ് ക്ലോസ് ടു ദ റെസ്റ്റോറൻറ്റ് വേർ ഷീ മെറ്റ് ദ റൈറ്റർ. അവളൊരു ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു. അവിടെ വെച്ചാണ് അവൾ റൈറ്ററെ കണ്ടുമുട്ടുന്നത്. ഷീ ഗോസ് ടു ദ റെസ്റ്റോറൻറ്റ് ഓൺലി ഓൺ സാറ്റർഡേയ്സ് ബിക്കോസ് സാറ്റർഡേയ്സ് പേ ഡേ. ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവൾ ശനിയാഴ്ച മാത്രമായിരുന്നു വന്നിരുന്നത്. കാരണം ശനിയാഴ്ച അവൾക്ക് ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു. മാഗി ഈസ് എ ഹാർഡ് വർക്കിംഗ് ഗേൾ. മാഗി കഠിനാധ്വാനിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഷീ ലിവ്സ് വിത്ത് ഹർ ഓൾഡ് മദർ ഇൻ എ സ്മാൾ ഹൗസ്. അവൾ അവളുടെ അമ്മയുടെ കൂടെ ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഹർ ഓൺലി ബ്രദർ ഫ്രാൻസിസ് ഈസ് ഇൻ ദ ആർമി ഇൻ ഇന്ത്യ. അവളുടെ ആകെയുള്ള സഹോദരൻ ഇന്ത്യയിൽ ആർമിയിലായിരുന്നു. ഷീ ലവ്സ് ഹർ ബ്രദർ വെരി മച്ച് ആൻഡ് ഹീ ടു ലവ്സ് ഹർ. അവൾ അവളുടെ സഹോദരനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഷീ നേഴ്സസ് ഹർ മദർ വെൻ ഷീ ഈസ് സിക്ക്. അമ്മക്ക് അസുഖമാകുമ്പോൾ അമ്മയെ പരിചരിച്ചിരുന്നത് മാഗിയായിരുന്നു. ഷീ ഈസ് എ സൂപ്പർസ്റ്റിഷ്യസ്. എന്നാൽ അവൾ അന്ധവിശ്വാസിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ, മാജിക് റിങ്ങിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ അവൾക്കുണ്ടായിരുന്നു. That is why she believes the story told by her brother that by looking into the crystal ring one could see the people who are far and they doing if one he thinks of them. Look into the ring carefully. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സഹോദരനായ ഫ്രാങ്ക് പറഞ്ഞ ഈ ഒരു കഥ അവൾ വിശ്വസിച്ചത്. അല്ലേ, ആർക്ക്? മാഗിക്ക് എപ്പോഴും ഫ്രാങ്കിനെ കാണാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം ഈ ഒരു റിങ്ങിലേക്ക് നോക്കിയാൽ എന്നെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറഞ്ഞ ഈ ഒരു കഥ. ഷീ ഈസ് വെരി ഡിസിപ്ലിൻഡ്. വളരെ അച്ചടക്കമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മാഗി. ഷീ ഹാസ് പൊളൈറ്റ് മാനേഴ്സ്. അല്ലേ, അവൾക്ക് മാന്യമായ പെരുമാറ്റമായിരുന്നു. ആൻഡ് ദിസ് ഈസ് ക്ലിയർലി ഷോൺ ഇൻ ഹർ ബിഹേവിയർ. ഇതെല്ലാം അവളുടെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. മാഗി ഈസ് അംബീഷ്യസ്. അല്ലേ, അവൾ വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം ഷീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹർ വർക്ക്സ് ഇൻ ദ ഷോപ്പ്. ഇപ്പോൾ അവൾ ജോലി ചെയ്യുന്നതിൽ അവൾ
സംതൃപ്തയല്ല. ബിക്കോസ് ഷീ സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ജോബ്. ഇതൊരു മെക്കാനിക്കൽ ജോബാണെന്ന് അവൾ പരാതി പറയുന്നുണ്ട്. ഷീ വാണ്ട്സ് ടു ഡു എ ജോബ് വേർ ഹെർ ബ്രെയിൻ ക്യാൻ ബി യൂസ്ഡ് ലൈക്ക് എ സെക്രട്ടറി. ഒരു സെക്രട്ടറി ആവാൻ അല്ലേ, അതുപോലെ തന്നെ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലിയാണ് അവൾക്ക് ആവശ്യം. വെൻ ഷീ ഗെറ്റ് ബെറ്റർ ജോബ് ഷീ വിൽ മേക്ക് എ ബെറ്റർ ഹൗസ്. അല്ലേ, നല്ലൊരു ജോലി ലഭിച്ചാൽ നല്ലൊരു വീടുണ്ടാക്കുകയും ടേക്ക് ഹെർ മദർ ദർ, അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നവൾ പറയുന്നു. ഇറ്റ് ഷോസ് ദാറ്റ്, ഇതെല്ലാം കാണിക്കുന്നത് ഹൗ മച്ച് ഷീ കെയർസ് ഫോർ ഹെർ മദർ, എത്രത്തോളം അവൾ അവളുടെ അമ്മയെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. വെൻ ഹെർ മദർ ഈസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ, അവളുടെ അമ്മ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാകുമ്പോൾ ഷീ ഈവൻ ആസ്ക് മിസ്റ്റർ ഗുപ്ത ടു ടെൽ ഹെർ മദർ എ ലൈ അബൌട്ട് ഹെർ ബ്രദർ. അല്ലേ, അവൾ അമ്മയോട് മിസ്റ്റർ ഗുപ്ത എന്ത് പറയണമെന്ന് പറഞ്ഞു? തൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കളവ് പറയണമെന്ന് പോലും അവൾ ആവശ്യപ്പെട്ടു. സോ ദാറ്റ് ദ മദർ ഫീൽസ് ബെറ്റർ ബൈ ഹിയറിംഗ് ദാറ്റ് ഹെർ സൺ ഈസ് എലൈവ് ഇൻ ഇന്ത്യ. ഇത് കേട്ടപ്പോൾ തൻ്റെ അമ്മക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. ഇതെല്ലാം അവൾക്ക് അമ്മയോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. മാഗി ഈസ് എ ഫൈൻ ഗേൾ. മാഗി ഒരു നല്ല പെൺകുട്ടിയാണ്. ഷീ വാണ്ട്സ് മിസ്റ്റർ ഗുപ്ത ടു ഗോ ടു ഗ്രേവ് ഓഫ് ഹെർ ബ്രദർ ഹു ഈസ് ബറിയഡ് ഇൻ ഇന്ത്യ. അല്ലേ, തൻ്റെ സഹോദരനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് ഗുപ്തയോട് പോകാൻ വരെ ആരാവശ്യപ്പെട്ടു? മാഗി ആവശ്യപ്പെട്ടു. ആൻഡ് ഗീവ്സ് 1 shilling ടു ഹിം ടു ബൈ ഫ്ലവേഴ്സ്. എന്നിട്ട് പൂക്കൾ വാങ്ങാൻ 1 shilling അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. എ ഷില്ലിംഗ് ഈസ് ലോട്ട് ഓഫ് മണി ഫോർ ഹെർ പുവർ ഗേൾ ലൈക്ക് ഹെർ. അവളെ പോലെയുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് 1 shilling എന്നത് വളരെ വലിയ ഒരു പൈസ തന്നെയായിരുന്നു. ടു ഗെറ്റ് ദാറ്റ് shilling ഷീ ഹാസ് ടു വർക്ക് ഹാർഡ് ഫോർ മെനി ഡേയ്സ്. ഈ ഒരു ഷില്ലിംഗ് ലഭിക്കണമെങ്കിൽ അവൾ ഒരുപാട് ദിവസം അധ്വാനിച്ചിട്ടുണ്ടാവും. ഹെർ ആക്ഷൻ ഷോസ് ദാറ്റ് ഹൗ മച്ച് ഷീ ലവ്ഡ് ഹെർ ബ്രദർ. അവളുടെ പ്രവൃത്തിയിലൂടെ അവളുടെ സഹോദരനെ അവൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹെർ സാക്രിഫൈസ് ബ്രിങ്സ് ടീയേഴ്സ് ഓഫ് ഐസ് ഇൻ ദ മിസ്റ്റർ ഗുപ്ത. അവളുടെ ഈ ഒരു പ്രവർത്തനം ഗുപ്തയുടെ മനസ്സിലും സങ്കടം കൊണ്ടുവന്നു. ആൻഡ് ഹീ ടു മൂവ്ഡ് ബൈ ടീയേഴ്സ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. വെൻ വി സീ സച്ച് ലവ് ഓഫ് ടീനേജ് ഗേൾ ടു ഹെർ ഡെഡ് ബ്രദർ. അല്ലേ, എന്ത് കാണുമ്പോൾ ഈ ഒരു ടീനേജിലുള്ള ഒരു പെൺകുട്ടിക്ക് തൻ്റെ സഹോദരനോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്കും എന്ത് ചെയ്യും? സങ്കടം വരും. വി ക്യാൻ ഈസിലി സേ ദാറ്റ്. അല്ലേ, അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പറയാം, മാഗി ഈസ് എ മോഡൽ ഫോർ ഗേൾസ് ഓഫ് ഹെർ ഏജ്. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയാണ് മാഗി എന്ന് നമുക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. വൈ വാസ് ദ നെറേറ്റേഴ്സ് അറ്റൻഷൻ ഡ്രോൺ ടു എ ഇംഗ്ലീഷ് ഗേൾ? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നെറേറ്ററുടെ ഈ ഒരു ശ്രദ്ധ ഈ ഒരു പെൺകുട്ടിയിൽ എത്തിച്ചേർന്നത്? ദ നെറേറ്റേഴ്സ് അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ഇംഗ്ലീഷ് ഗേൾ ബിക്കോസ് ഷീ ഹാഡ് ബീൻ വാച്ചിങ് ഹിം വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ്. അല്ലേ, അദ്ദേഹത്തെ അതേപോലെ തന്നെ ഉള്ള ഒരു ഇൻട്രസ്റ്റിലാണ് ആരും നോക്കിയത്? ഈ പെൺകുട്ടിയും നോക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനും അവളോട് ഇത്ര താല്പര്യം തോന്നിപ്പിച്ചത്. ബട്ട് ഷീ ടേൺഡ് ഹെർ ഐസ് എവേ ആസ് സൂൺ ആസ് ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ. അല്ലേ, എന്നാൽ ഗുപ്ത അവളെ നോക്കുമ്പോൾ അവൾ കണ്ണുകൾ എടുക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഇവൾ നോക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടി. ഷി വാസ് 13 or 14 years old. From her clothes and eyes, one would guess that she is poor. She had a large eyes with which she had a sad expression. What is the second question? What is your impression of the girl? ആ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? She is a teenager from a poor family. She had a large eyes with a sad expression. When she saw the narrator, some ideas came to her mind. That is why she watches him so closely. Thus, she tried to find if he is an Indian. Does he come to a restaurant all the time? She gave some ideas about Indians.
പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കൗമാരക്കാരിയാണ് അവൾ, അല്ലേ? ദുഃഖം നിറഞ്ഞ വലിയ കണ്ണുകളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. കഥാകൃത്തിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ചില ചിന്തകളെല്ലാം വന്നു. എന്തായിരുന്നു അത്? അയാൾ ഇന്ത്യക്കാരനാണോ? എന്നും സ്ഥിരമായി ആ ഹോട്ടലിൽ വരാറുണ്ടോ എന്നൊക്കെയാണ് അവൾ അന്വേഷിച്ചത്. What is the third question? How do you know that girl was interested in knowing the identity of the narrator? കഥാകൃത്തിനെ കുറിച്ച് ആ പെൺകുട്ടിക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നതായി എങ്ങനെയാണ് മനസ്സിലാകുന്നത്? The girl was interested in knowing the identity of the narrator from the fact that she watched him in the interested surprise. അല്ലേ? വളരെയധികം ആകാംക്ഷയോടെയാണ് അവളെക്കുറിച്ച് അല്ലെങ്കിൽ അയാളെ അവൾ നോക്കുന്നത്. കൂടാതെ അവൾ ആരോട് ചോദിച്ചു? ഷീ ആസ്ക്ഡ് ദ കേഷ്യർ വെദർ ദ നരേറ്റർ വാസ് ആൻ ഇന്ത്യൻ ആൻഡ് വെദർ ഹി കംസ് ടു റെസ്റ്റോറൻറ്റ് എവറി ഡേ. റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരിയോട് അദ്ദേഹം ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടോ എന്നും അവൾ ചോദിച്ചു. The next question. Why was the narrator curious about the girl? What did he do to meet her? പെൺകുട്ടിയെക്കുറിച്ച് ആകാംക്ഷ തോന്നാനുണ്ടായ കാരണം എന്താണ്? അവളെ കണ്ടെത്താനായി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? The girl is poor because we can guess from her dress. She has a large eyes. She gets salary in Saturdays, that is the day of pay. Therefore she come to the restaurant only Saturday. Other days she did not come to here because she has no money. She works in a shop nearby. She is a child, so she couldn't earn more money. അല്ലേ? അയാളെക്കുറിച്ച് അറിയാൻ ആ പെൺകുട്ടിക്ക് പ്രത്യേകം താല്പര്യം കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവളിലും താല്പര്യമുണ്ടായത്. അല്ലേ? അവൾ അവിടെ സ്ഥിരമായി വരാറുണ്ടോ എന്നൊക്കെ അദ്ദേഹവും ചോദിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അവളും ചോദിച്ചു. Next question. Why did the narrator go to the restaurant again? വീണ്ടും എന്തിനാണ് അദ്ദേഹം റെസ്റ്റോറൻറ്റിൽ പോയത്? The narrator went to the restaurant again in the hope of meeting the young English girl. വീണ്ടും അവളെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. വാട്ട് ഈസ് ദ ഇംപ്രഷൻ ഡിഡ് ദ ഗേൾ ഹാവ് യു അബൌട്ട് ഇന്ത്യ? പെൺകുട്ടിക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം എന്തൊക്കെയായിരുന്നു? ഷീ തോട്ട് ദാറ്റ് ഇന്ത്യ ഈസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ദിസ് ഈസ് ദ ഇംപ്രഷൻ ഓഫ് ഷീ ഗോട്ട് ഫ്രം ദ പീപ്പിൾ. ഇതൊക്കെയായിരുന്നു അവൾക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന ധാരണകൾ. വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ്? ഇഫ് നോട്ട് വൈ? മാഗി അവളുടെ ജോലിയിൽ സംതൃപ്തയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട്? മാഗി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ്. It is a mechanical job. She wanted to have a job make use of her head brain. She wanted to become a secretary. What do you understand the brain work? ബുദ്ധിയുള്ള ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? By brain work I understand that those types of work which need some thinking. ചിന്ത ഉപയോഗിക്കുന്ന ജോലിയാണ് ബ്രെയിൻ വർക്ക് എന്ന് അവൾ ഉദ്ദേശിക്കുന്നത്. വൈ ഡിഡ് മാഗി ആസ്ക് ദ നരേറ്റർ വെദർ ഹി വാസ് എ വെജിറ്റേറിയൻ? ബിക്കോസ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഹി വാസ് എ യോഗി. അദ്ദേഹം ഒരു യോഗിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അത് ചോദിച്ചത്. വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഗോ ടു മാഗീസ് ഹൗസ്? എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിൽ പോയത്? ബിക്കോസ് ഷീ ഇൻവൈറ്റഡ് ഹിം. അദ്ദേഹത്തെ അവൾ ക്ഷണിച്ചതുകൊണ്ട്. ഷീ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ഹിം ടു ഹെർ മദർ, ഹു വാണ്ടഡ് ടു മീറ്റ് ആൻ ഇന്ത്യൻ ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് അബൌട്ട് ദ സ്റ്റോറീസ് ഷീ ഹാഡ് ഹേർഡ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ട സത്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഒരു ഇന്ത്യക്കാരനെ കാണാനുള്ള അമ്മക്കുള്ള ആഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ലിവിങ് കണ്ടീഷൻ ഓഫ് മാഗി ആൻഡ് ഹെർ മദർ? മാഗിയുടെയും അമ്മയുടെയും ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മാഗി ആൻഡ് ഹെർ മദർ ലിവ്ഡ് ഇൻ ദ പുവർ ക്വാർട്ടേഴ്സ് ഓഫ് ദ സിറ്റി. ദ മദർ യൂസ്ഡ് ടു മേക്ക് കേക്ക് പേഴ്സണലി. അല്ലേ? അവൾ
പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. കേക്കുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇതെല്ലാം വിറ്റിട്ടാണ് അവർ വളരെയധികം പ്രയാസപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. വൈ സാറ്റർഡേ സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹർ മദർ? അമ്മക്കും മകൾക്കും ശനിയാഴ്ച പ്രത്യേക ദിവസമാവാനുള്ള കാരണം എന്തായിരുന്നു? സാറ്റർഡേ നൈറ്റ് ഈസ് ദ ഡേ ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ ദ പുവർ നൈബർഹുഡ്. പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സാറ്റർഡേ ഒരു ഉത്സവകാലമായിരുന്നു. കാരണം അന്ന് വൈകുന്നേരങ്ങളിലാണ് അവർ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അവർക്ക് വിൽക്കാനും മറ്റുള്ള സാധനങ്ങൾ വാങ്ങാനും ഒക്കെ സാധിക്കുന്നത്. ഹൗ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ് ഇന്ത്യ ടു മിസ്സിസ് ക്ലിഫോർഡ്? ഇന്ത്യയെക്കുറിച്ച് മിസ്സിസ് ക്ലിഫോർഡിനോട് ഗുപ്ത വിവരിച്ചത് എങ്ങനെയാണ്? മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ്ഡ് ഇന്ത്യ വാസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. വളരെ മനോഹരമായ ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് നോട്ട് കോൾഡ് കൺട്രി ലൈക്ക് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനെ പോലെ തണുപ്പുള്ള ഒരു രാജ്യമല്ല. ദ ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ്, ദർ ആർ നോ ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ്. ഇവിടെ ടൈഗറും സ്നേക്സൊന്നും ഇല്ല. ബട്ട് ദേ ലിവ് ഇൻ ദ ജംഗിൾ. ഉണ്ടെങ്കിലും അവ എവിടെയാണ്? കാട്ടിലാണ്. ഇഫ് ദം കം ടു ദ പ്ലേസസ് വേർ ദ പീപ്പിൾ ലിവ്സ് ദേ ആർ കിൽഡ്. അവർ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവയെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞു. ദർ ആർ റിവേഴ്സ് ഇൻ സം പ്ലേസസ് ആൻഡ് ദർ ഈസ് നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ്. ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നെല്ലാം അമ്മയോടവർ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ഫ്രാൻസിസ്? ആരാണ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക് ഈസ് ദ ബ്രദർ ഓഫ് മാഗി ആൻഡ് ദ സൺ ഓഫ് മിസ്സിസ് ക്ലിഫോർഡ്. ദാറ്റ്സ് ഇനഫ്. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസർ. അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ബാക്കിയെല്ലാം ഒരുപാട് എഴുതാം. മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി എഴുതാം. നല്ല മാർക്കിനാണെങ്കിൽ കുറച്ച് കൂടുതൽ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, What is your opinion about superstitions? Do you believe in any? അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സൂപ്പർസ്റ്റിഷൻസ് ആർ ബാഡ്. അല്ലേ? അന്ധവിശ്വാസങ്ങൾ തെറ്റാണ്. പീപ്പിൾ എവരിവെയർ ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷൻ. എവരി വൺ ഇൻക്ലൂഡിങ് മീ ഈസ് എ വിക്ടിം ഓഫ് സൂപ്പർസ്റ്റിഷൻ. അല്ലേ? എല്ലാവരും ഇതിലെല്ലാം കുടുങ്ങിക്കിടക്കുന്നതാണ്. ഞാൻ പോലും ഇങ്ങനെയുള്ളതിൽ നിന്നും മുക്തമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ടച്ച്ഡ് ദ നറേറ്റർ ഡീപ്ലി. ഈ ഒരു കഥാകൃത്തിനെ ഏറ്റവും അധികം ആകർഷിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം സ്പർശിച്ച സംഭവം എന്തായിരുന്നു? മാഗി ഹാഡ് എ വയലിൻ. മാഗിക്ക് ഒരു വയലിൻ ഉണ്ടായിരുന്നു. ഷീ ലേൺ ടു പ്ലേ സം സോങ്സ് വിത്ത് ഹർ ഓൺ എഫേർട്സ്. സ്വന്തം പരിശ്രമത്തിൽ അവളത് വായിക്കുന്നുണ്ടായിരുന്നു. പൈസയുടെ കുറവ് മൂലം എന്താ? ഷീ ഹാഡ് നോട്ട് സ്റ്റഡീഡ് ഇറ്റ് ഫ്രം എ ടീച്ചർ ആസ് ദേ കുഡൻറ്റ് അഫോർഡ് ടു പേ ദ ഫീസ്. അല്ലേ? ഫീസ് ഇല്ലാത്തത് കാരണം പഠിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അമ്മ പറയുകയാണ്, ദ മദർ ടെൽസ് ദാറ്റ് ദ നരേറ്റർ ഇഫ് എവർ ദെയർ സം സർക്കംസ്റ്റാൻസസ് ഇംപ്രൂവ് ഷീ വുഡ് സെൻഡ് മാഗി ടു ഹാവ് വയലിൻ ലെസൺസ്. എന്നെങ്കിലും അവരുടെ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ അവളെ വയലിൻ പഠിക്കാൻ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തെ വളരെയധികം സ്പർശിച്ചത്. വൈ വാസ് മാഗി അണേബിൾ ടു ഗോ ടു വർക്ക്? എന്തുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതിരുന്നത്? മിസ്സിസ് ക്ലിഫോർഡ് വാസ് വെരി ഇൽ ആസ് മാഗി ഹാഡ് ടു കെയർ ആഫ്റ്റർ ഹർ. അല്ലേ? അവളുടെ അമ്മക്ക് സുഖമില്ലാത്തത് കാരണം അവൾക്ക് അമ്മയെ പരിചരിക്കാനുണ്ടായിരുന്നു. Why did Mr. Gupta take some money with him when he went to see Mrs. Clifford? മിസ്സിസ് ക്ലിഫോർഡിനെ കാണുമ്പോൾ മിസ്റ്റർ ഗുപ്ത കയ്യിൽ പണം കരുതിയത് എന്തിനായിരുന്നു? Because his hostess told him that since Maggie had not gone to work for a week and had not received any pay, it was possible there were financial trouble.
അല്ലേ? മാഗി ഒരുപാട് ദിവസമായി ജോലിക്ക് പോയിട്ടില്ല, അതുകൊണ്ട് അവളുടെ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടാവില്ല, അവൾ വളരെ പ്രയാസത്തിലായിരിക്കുമെന്നെല്ലാം അവരുടെ ആതിഥേയ ഗുപ്തയോട് പറഞ്ഞത് കാരണം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശും എടുത്ത് ഗുപ്ത മാഗിയെ കാണാൻ പോയത്. ക്വസ്റ്റ്യൻ നമ്പർ 20. വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി tiptoe into the sitting room? സിറ്റിംഗ് റൂമിലേക്ക് ഗുപ്തയും മാഗിയും മെല്ലെ മെല്ലെ പോകാൻ കാരണം എന്താണ്? They tiptoed the sitting room because they did not wish to disturb the sick woman with the sound of their footsteps. സുഖമില്ലാത്ത അമ്മയെ അവരുടെ നടത്തം കാരണം ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അവർ മെല്ലെ നടന്നുപോയത്. വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി ടു മിസ്റ്റർ ഗുപ്ത? മിസ്റ്റർ ഗുപ്തയോട് എന്താണ് മാഗി അപേക്ഷിച്ചത്? മാഗി വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ഗേസ് ഇൻ ദ ക്രിസ്റ്റൽ ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് എലൈവ് ആൻഡ് വെൽ. ഈ ഒരു റിങ്ങിലൂടെ നോക്കിയിട്ട് ഫ്രാങ്കിന് സുഖമാണെന്നും ഫ്രാങ്കിന് അസുഖമൊന്നുമില്ല എന്നും എൻ്റെ അമ്മയോടൊന്ന് പറയാൻ പറ്റുമോ എന്നായിരുന്നു മാഗി ഗുപ്തയോട് അപേക്ഷിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് മെയ്ഡ് മിസ്സിസ് ക്ലിഫോർഡ് റീകവർ? നോ. Question number 22. Why was the crystal ring so special to Mrs. Clifford? സ്ഫടിക കല്ല് വെച്ച മോതിരം മിസ്സിസ് ക്ലിഫോർഡിന് പ്രിയപ്പെട്ടതാവാൻ കാരണം എന്താണ്? The crystal ring was so special to Mrs. Clifford because it was sent by her son Frank from India. ഇന്ത്യയിൽ നിന്നും തൻ്റെ മകൻ അയച്ചതുകൊണ്ടാണ് അതിനത്രയും താല്പര്യം ആര് കാണിക്കുന്നത്? മിസ്സിസ് ക്ലിഫോർഡ് കാണിക്കുന്നത്. The next question. What made Mrs. Clifford recover? മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യനില വീണ്ടെടുത്തത് എങ്ങനെയാണ്? മാഗി requested Mr. Gupta to look into the crystal ring and tell her mother that Frank was alive and well, even if he saw nothing in the crystal ring. ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കിയിട്ട് തൻ്റെ മകന് സുഖമാണെന്നുള്ള വിവരമെല്ലാം മിസ്സിസ് ക്ലിഫോർഡിനോട് പറയാൻ ആരാവശ്യപ്പെട്ടു? മാഗി ആവശ്യപ്പെട്ടു. തന്മൂലം അതേപോലെ തന്നെ മിസ്റ്റർ ഗുപ്ത അവരോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് മിസ്സിസ് ക്ലിഫോർഡ് രോഗത്തിൽ നിന്നും മോചിതയായത്. Why was the Mr. Gupta ashamed to face Mrs. Clifford? മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ ഗുപ്തക്ക് സങ്കോചം തോന്നാൻ കാരണം എന്താണ്? Mr. Gupta was ashamed to face Mrs. Clifford because Frank had been dead sometimes when he told her that he was alive and well. താൻ സുഖമാണെന്ന് പറഞ്ഞതിൻ്റെ എത്രയോ മുന്നേ തന്നെ ആര് മരിച്ചിട്ടുണ്ടായിരുന്നു? ഫ്രാങ്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ കാണാൻ ഗുപ്തക്ക് മടി തോന്നാൻ കാരണം. വാട്ട് വാസ് ദ പ്രോമിസ് ഗിവൺ ടു മാഗി? മാഗിക്ക് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? ദ പ്രോമിസ് ദാറ്റ് the narrator would visit the grave of her brother at Fort Monroe near Dera Ghazi Khan when he goes to India. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ തൻ്റെ സഹോദരൻ്റെ കുഴിമാടത്തിലേക്ക് പോകുമെന്നും അല്ലേ അവിടെ പൂക്കൾ വെക്കുമെന്നെല്ലാം പ്രോമിസ് നൽകിയിട്ടാണ് ഗുപ്ത പോയത്. Why did Maggie give a shilling to Mr. Gupta? എന്തിനായിരുന്നു ഒരു ഷില്ലിങ് ഗുപ്തക്ക് അവൾ നൽകിയത്? She gave shilling to Mr. Gupta to buy flowers and place them on her brother's grave at Fort Monroe near Dera Ghazi Khan. The last question. Explain the reason why Mr. Gupta accepted the shilling. Mr. Gupta ആ ഷില്ലിങ് വാങ്ങാനുണ്ടായ കാരണം എന്താണ്? Firstly, Mr. Gupta wanted to give back the shilling to Maggie, telling her that there are plenty of flowers in India and he could get some flowers free to place them on brother's grave. ഇന്ത്യയിൽ ഒരുപാട് പൂക്കളുള്ളത് കൊണ്ട് പൂക്കളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, അത് ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് കല്ലറയിൽ വെക്കാമെന്നൊക്കെ പറയണമെന്ന് അദ്ദേഹത്തിന് ആദ്യം തോന്നി. എന്നാൽ
പിന്നീട് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് എന്താണ്? But this would deprive of her girl of joy to sacrifice she was making for her dead brother. So Mr. Gupta accepted the shilling. The grief in her heart would lessen the sacrifice she was making. To earn a shilling she had to do a lot of work. തൻ്റെ മരിച്ചുപോയ സഹോദരന് വേണ്ടി ഒരു വലിയ ത്യാഗം ചെയ്യുന്നത് പോലെയാണ് ഇത് മാഗിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചാൽ അത് അവൾക്കൊരു വിഷമമാകും. അതുകൊണ്ടാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. ആ ഒരു ത്യാഗത്തിലൂടെ തൻ്റെ വേദനയെ, മനസ്സിൻ്റെ വേദനയെ കുറക്കാൻ മാഗിക്ക് സാധിച്ചേക്കും. ഈ ഒരു ഷില്ലിങ് സമ്പാദിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഷില്ലിങ് ആര് സ്വീകരിച്ചത്? ഗുപ്ത ആ ഷില്ലിങ് സ്വീകരിക്കാനുണ്ടായ കാരണം. ഇത്രയുമാണ് ഇതിൻ്റെ activities and question answer. Now I here to stop my class. Thank you.